പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാനും ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുതിയ പുലരി കാണുവാൻ ആയുസ്സിനെയും ആരോഗ്യത്തെയും നീട്ടിത്തന്ന് ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി കർത്താവിൻ്റെ നാമത്തിന് മാനവും മഹത്വവും അർപ്പിക്കുന്നതോടൊപ്പം ഒന്ന് തിരിച്ചു ചിന്തിച്ചാൽ അർഹതയില്ലാതിരുന്നിടത്ത്, യോഗ്യതയില്ലാതിരുന്നിടത്ത് യോഗ്യരാക്കി, അർഹരാക്കി അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ ആക്കി വെച്ചതിൻ്റെ വൻകൃപകൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമ്മൾ യാത്ര ചെയ്തിട്ടും നമുക്ക് തന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻ, അനേകർ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീണപ്പോൾ നമ്മെ പരിപാലിച്ച് ദൈവകരങ്ങളിലേക്ക് ആക്കിത്തന്ന ദൈവത്തിൻ്റെ എല്ലാ കൃപയ്ക്കും നന്മയ്ക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതം ദൈവവചന ധ്യാനത്തിനായി നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കാം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ഹല്ലേലൂയ. ഈ വചനം നമുക്ക് പരിചിതമായ വചനമാണ്. റോമാലേഖനം 8-ാം അധ്യായം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു കർത്താവിൻ്റെ വിശ്വാസത്താലുള്ള നീതീകരണമാണ് റോമാലേഖനത്തിലെ സബ്ജക്റ്റ്. മാർട്ടിൻ ലൂതർ കിങ്ങിനെ ട്രാൻസ്ഫോം ചെയ്ത് ഇന്ന് കാണുന്ന പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൻ്റെ ആരംഭം കുറിച്ചത് റോമാലേഖനമാണ്. പ്രത്യേക 8-ാമത്തെ അധ്യായം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എവിടെ ഇരിക്കുന്നുവെന്നും ഇന്ന് എന്തൊക്കെ ചെയ്യുന്നുവെന്നും നമുക്ക് വേണ്ടി ആത്മാവ് ഉച്ചരിച്ചു കൊടുത്ത ഞരക്കങ്ങളാൽ പക്ഷപാതം ചെയ്യുന്നുവെന്നും നമുക്ക് വേണ്ടി യേശു കർത്താവ് നിത്യരക്ഷയുടെ ആ വിശുദ്ധീകരണം വിശ്വാസത്താൽ എങ്ങനെ നീതീകരിക്കപ്പെടാമെന്ന് അറിയിക്കുന്നതും 8-ാം ലേഖനമാണ്, 8-ാമത്തെ അധ്യായമാണ് റോമാലേഖനത്തിൻ്റെ. അതിൻ്റെ അവസാന പാർട്ടിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുക: ദൈവമായ കർത്താവ്, പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? അപ്പോൾ ഒരു പുത്രനെ കൊടുത്ത് അതിലും വലുതായിട്ടൊരു വാങ്ങണമെങ്കിൽ അത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഒരിക്കൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ കടലിനകത്ത് പോയിട്ട് ഇപ്പോൾ മുത്തെടുക്കുന്നയാളാണ്. അദ്ദേഹം ഇങ്ങനെ മുത്തുകൾ എടുക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ജോലി. അങ്ങനെ മുത്തുകളൊക്കെ പെറുക്കി വരുന്ന വഴിക്ക് അപ്പനും മകനും കൂടി ഇങ്ങനെ പവിഴപ്പുറ്റിനകത്ത് പോയി മുത്തു പെറുക്കാൻ പോകും. അങ്ങനെ പോയി ഒരിക്കലും ഇങ്ങനെ മുത്തു പെറുക്കാൻ പോയി. എപ്പോഴും മകനാണ് ആദ്യം പൊങ്ങി വരുന്നത്. നല്ല വില കൂടിയ മുത്തുകളും കരത്തിലുണ്ടാകും. പക്ഷെ അന്ന് അപ്പനാണ് ആദ്യം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നത്. ഏറെ നേരം നോക്കിയിട്ട് മകനെ കണ്ടില്ല. കുറേ സമയം കഴിഞ്ഞിട്ട് മകനെ കാണാത്തത് കൊണ്ട് ആ പവിഴപ്പുറ്റിന്റെ അടിയിലേക്ക് ഊളിയിട്ട് ചെന്ന് നോക്കിയപ്പോ മകൻ ഏതോ ഒന്നിൽ കൈയുടക്കി അവിടെ കിടക്കുന്നതാണ് കണ്ടത്. അദ്ദേഹം, ആ പിതാവ് ഈ മകനെ മുടിക്ക് പിടിച്ചു വലിച്ചു പൊക്കി മേളിൽ കൊണ്ടുവന്ന് നോക്കി. അവശനായ മകൻ കൈകുഴഞ്ഞ് നീന്താൻ പറ്റാതെ ആ മരണത്തോട് മുഖാമുഖമായി ചില ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു. അപ്പോഴും കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അപ്പോഴും കൈ നൂർക്കാതെ കയ്യിൽ മടക്കി പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഏറ്റവും വിലയേറിയ രത്നം കണ്ടു, ഒരു പേൾ. അതെടുത്തു വെച്ച് തൻ്റെ ഷോക്കേസിൽ വെച്ചു. മകന്റെ ശവടക്കം കഴിഞ്ഞു, സംസ്കാര ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. ഈ പേൾ, വിലയേറിയ പേൾ, ആ മുത്ത് വിലയ്ക്ക് മേടിക്കാൻ ഒരുപാട് രത്നവ്യാപാരികൾ ഇദ്ദേഹം കൊടുത്തില്ല. ഒരിക്കലൊരു വ്യാപാരി വന്നിട്ട് പറഞ്ഞു, എത്ര വില വേണേലും തരാം, നിനക്കറിയില്ല ഹൗ മച്ച് ഞാൻ എന്തുമാത്രം ധനികനാണെന്ന്. ആ മുത്തെനിക്കിതാ, നീ ചോദിക്കുന്ന വില ഞാൻ തരാം. ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ മുത്തിന്റെ വില തരാൻ കഴിയില്ല. ഇയാൾ പറഞ്ഞു, യു ഡോണ്ട് നോ ദാറ്റ് ഹൗ മച്ച് റിച്ച് ഐ ആം, ഞാൻ എന്തുമാത്രം ധനികനാണെന്ന് നിനക്കറിയില്ല, ഞാനത് തരാം. ഈ മനുഷ്യൻ പറഞ്ഞില്ല, നിനക്കത് തരാൻ കഴിയില്ല.
അവൻ ഈ സംഭവം പറഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ടാ? അദ്ദേഹം പറഞ്ഞു, വാശി കൂടി പറഞ്ഞാൽ ഇത്ര ചോദിച്ചാൽ തരാം. ഇല്ല പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അദ്ദേഹം കഥ പറഞ്ഞു. ഞാൻ മകനുമായിട്ട് പോയി. മകന്റെ കയ്യിൽ ഈ ഒരു രക്തത്തിന് വേണ്ടി അവൻ ആ പൗഴപ്പുറ്റിനകത്ത് എൻ്റെ ജീവൻ ഉപേക്ഷിച്ചു. ഈ രക്തത്തിന്റെ വിലാസമം എൻ്റെ മകന്റെ ജീവനാ. നിങ്ങൾക്ക് എൻ്റെ മകന്റെ ജീവൻ തിരിച്ചു തരാൻ കഴിയുകയില്ല. എൻ്റെ മകന്റെ ജീവൻ സമം ഈ രത്നം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ രത്നത്തിന്റെ വില എനിക്ക് തരാൻ കഴിയില്ല. ഈ പേളിന്റെ വില എനിക്ക് തരാൻ നിങ്ങൾക്ക് കഴിയില്ല. ധനികരായ മനുഷ്യന്മാർ, ശരിയാണ്, നിന്റെ മകന്റെ ജീവന്റെ വില തരാൻ എനിക്ക് കഴിയില്ല. രത്നത്തിന്റെ വില അത് വിലമതിക്കാനാവാത്ത മറ്റേ നിന്റെ മകന്റെ ജീവന്റെ വില വിലമതിക്കാനാകാത്തതാ എന്ന് പറഞ്ഞ മകന്റെ ജീവന്റെ വിലയേക്കാൾ വലുതായിട്ട് ആ രക്തം സൂക്ഷിച്ചിരിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? സ്വന്തം പുത്രനേക്കാൾ വലുതായിട്ട്, അതേ, നമ്മെ കണ്ടതുകൊണ്ട് നമ്മെ വിലയ്ക്കു വാങ്ങേണ്ടതിന് സ്വന്തം പുത്രന്റെ ചോര കൊടുത്തെന്ന്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അതോടുകൂടി സകലവും, ഈ രക്ഷ നമുക്കുള്ളതാ, ഈ ജീവൻ നമുക്കുള്ളതാ. ഈ വിലമതിക്കാനാവാത്ത മുത്ത് അത് സംരക്ഷിക്കേണ്ടത് മകന്റെ ജീവന്റെ വിലയ്ക്ക് തുല്യമായതുകൊണ്ട് അത് സംരക്ഷിക്കുന്നത് പോലെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടു കൂടെ സകലവും. നീ ചോദിക്കുന്നതെല്ലാം, നീ ആവശ്യപ്പെടുന്നതെല്ലാം സകലവും 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 നിനക്ക് നൽകാതെ ഇരിക്കുമോ? വചനത്തിനകത്തേക്കൊന്ന് ശ്രദ്ധിച്ചേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നിനക്ക് നൽകാതിരിക്കുമോ? നിശ്ചയമായിട്ടും സകലവും തരുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി തന്നവൻ സകലവും, അതോടുകൂടി സകലവും ഞങ്ങൾക്ക് നൽകാതിരിക്കുമോ? സകലവും തരുന്ന ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുന്നു, അസാധാരണ സാന്നിധ്യം കൂട്ടി നിറയ്ക്കും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഈ വചനം കേൾക്കുന്ന സകല പേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയിരിക്കാൻ സ്തോത്രം. സകലമാനോ മഹത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ വിശാലമേറിയ ചെറുകടിയിൽ മറക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.